കഴിഞ്ഞ IPL-ൽ പഞ്ചാബ് തെറ്റുവിളിച്ച താരമാണ് ശശാങ്ക് സിംഗ്. പിന്നീട് IPL-ന്റെ ചരിത്രം തന്നെ ശശാങ്ക് തിരുത്തിക്കുറിച്ചു. പഞ്ചാബ് റിട്ടേൺ ചെയ്ത ആദ്യത്തെ താരം ശശാങ്ക് ആയിരുന്നു. അതുപോലെ ലേലം വിളിയിൽ പല തെറ്റുകളും സംഭവിക്കാറുണ്ട്. ഇപ്രാവശ്യത്തെ ലേലത്തിലും അതുപോലെ ഒരു സംഭവം നടന്നിരിക്കുകയാണ്. സാധാരണ ലേലം വിളിക്കുന്നത് പുരുഷന്മാരാണ്. എന്നാൽ കഴിഞ്ഞ IPL-ലെ ലേലത്തിൽ ഒരു സ്ത്രീയാണ് ലേലം വിളിച്ചിട്ടുണ്ടായിരുന്നത്. അത് ക്രിക്കറ്റ് ലോകത്ത് ട്രെൻഡിങ് ആവുകയും ചെയ്തു. മല്ലിക സാഗർ ആയിരുന്നു ലേലം വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യവും മല്ലിക തന്നെയാണ് ലേലം വിളിച്ചത്. എന്നാൽ ഇത്തവണ മല്ലികയ്ക്ക് ലേലത്തിൽ പിഴവ് പറ്റി. ലക്ഷങ്ങളാണ് ടീമുകൾക്ക് നഷ്ടമായത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്രാവശ്യത്തെ ലേലത്തിൽ ഒരുപാട് ടീമുകൾ വമ്പൻ താരങ്ങളെ സ്വന്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും CSK ടീമിൽ ഒരുപാട് മികച്ച താരങ്ങളുണ്ട്. അതുപോലെ പഞ്ചാബും താരങ്ങളെ വാരിക്കൂട്ടി. റെക്കോർഡ് തുകയ്ക്ക് വിറ്റുപോയത് ഋഷഭ് പന്ത് ആയിരുന്നു, 27 കോടി. അതുപോലെ ശ്രേയസിന് 26 കോടിയും കിട്ടി. ലേലത്തിൽ ആദ്യം ആരെയും വാങ്ങാതെ ഒതുങ്ങി നിന്നത് മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു. എന്നാൽ അവസാനം മുംബൈ ഇന്ത്യൻസ് മികച്ച താരങ്ങളെ സ്വന്തമാക്കി. ട്രെൻഡ് ബോൾട്ട്, ദീപക് ചഹർ അടങ്ങുന്ന മികച്ച ഒരു താരനിര അവർക്കുണ്ട്. 2 ദിവസമായിട്ട് നടന്ന ലേലത്തിന്റെ ആദ്യത്തെ ദിവസത്തിലാണ് ഈ ഒരു മിസ്റ്റേക്ക് നടന്നത്. ആദ്യത്തെ 2 സെറ്റ് മാർക്ക് താരങ്ങളായിരുന്നു. ഇതിലെ ജോസ് ബട്ട്ലറെ വിളിക്കുമ്പോഴാണ് ആ തെറ്റ് നടന്നത്. ബട്ട്ലർക്ക് വേണ്ടി എല്ലാ ടീമുകളും രംഗത്തുണ്ടായിരുന്നു. രാജസ്ഥാൻ ബട്ട്ലറെ വിട്ടുകൊടുത്തെങ്കിലും രാജസ്ഥാനും ബട്ട്ലർക്ക് വേണ്ടി ലേലത്തിലുണ്ടായിരുന്നു. അവസാനം ഗുജറാത്താണ് 15 കോടി 75 ലക്ഷത്തിന് ജോസ് ബട്ട്ലറെ സ്വന്തമാക്കിയത്. ഈ സമയത്ത് മല്ലികാർജുൻ ചെയ്തൊരു പിഴവാണ് ഗുജറാത്തിന് ലക്ഷങ്ങൾ നഷ്ടമാക്കിയത്. ഗുജറാത്ത് 15 കോടി 50 ലക്ഷമാണ് അവസാനം വിളിച്ചത്. എന്നാൽ മല്ലിക സാഗർ അത് കേട്ടിട്ടില്ല. പിന്നീട് ലക്നൗ ടീമും ലേലത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയം മല്ലിക സാഗർ വീണ്ടും ലേലം വിളി തുടങ്ങിയത് 15 കോടി 75 ലക്ഷത്തിലാണ്. ഗുജറാത്തിനെ ബട്ട്ലർക്ക് സോൾഡ് ആക്കുകയും ചെയ്തു. ഈ ഒരു ചെറിയ മിസ്റ്റേക്ക് ഗുജറാത്ത് അപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് അവർക്ക് അക്കാര്യം മനസ്സിലായത്. മല്ലിക സാഗറിന്റെ തെറ്റിലൂടെ 25 ലക്ഷമാണ് ഗുജറാത്തിന് നഷ്ടമായത്. മറ്റ് ടീമുകൾക്ക് വിളിക്കാനും സാധിച്ചില്ല.